ഞങ്ങളുടെ വീട്ടിൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച് ഏകദേശം പണികളെല്ലാം പകുതിയായി. അപ്പോഴേക്കും വേണം ഞാൻ വീഡിയോ പിടിക്കാമെന്നുള്ള കാര്യം തന്നെ ആലോചിച്ചത് കേട്ടോ. ചപ്പാത്തി പരത്തി കറി ഉണ്ടാക്കി. എന്നാലും കുഴപ്പമില്ല, വീഡിയോ പിടിക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഞാനതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, വേണോ 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 വേണ്ടിയോ എന്നുള്ള കാര്യം. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞൂട്ടൻ കരഞ്ഞുകൊണ്ടാണ് രാവിലെ എണീറ്റ് വന്നത്. പിന്നെ അവനെ വെച്ചുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചപ്പാത്തിയെല്ലാം ചുട്ടു കേട്ടോ. മാസത്തിൽ 25 ദിവസവും ഞങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി കേട്ടോ. പിന്നെ ചപ്പാത്തി അത്യാവശ്യം നല്ല ഫുഡാണല്ലോ, പിള്ളേർക്കും അത് ഇഷ്ടമാണ്. അതുകൊണ്ട് ചപ്പാത്തിയും കറിയും തന്നെ രാവിലെ ആക്കി കൊടുക്കുന്നത് കേട്ടോ. മിക്ക ദിവസങ്ങളും ഇത് തന്നെയാണേ. അങ്ങനെ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എൻ്റെ കുഞ്ഞൂട്ടൻ തന്നെ കേട്ടോ. ഇപ്പം എൻ്റെ കണ്ണ് തെറ്റിയിരുന്നെങ്കിൽ ആ മീനെ ഇട്ടവൻ തട്ടിക്കളഞ്ഞേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ്റെ അപ്പൻ്റെ വാരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കുകയും ചെയ്തേനെ. ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി ഇഷ്ടമാണെങ്കിൽ എനിക്ക് വലിയൊരു വികാരമില്ലാത്തൊരു ഫുഡാട്ടോ ചപ്പാത്തി. അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ല. പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് വേറെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ചപ്പാത്തിനെ ഞാനും അങ്ങ് കഴിക്കും കേട്ടോ. കുഞ്ഞൂട്ടിനെ കഴിപ്പിക്കാൻ ഇച്ചിരി പാടാട്ടോ, എന്നാലും കഴിച്ചോളും പാവം. പിന്നെ കുറച്ച് നേരം നോക്കിയപ്പോൾ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നല്ല മഴ കേട്ടോ. പെട്ടെന്ന് നല്ല ഇപ്പം നമ്മുടെ കാലാവസ്ഥകളൊക്കെ മാറുന്നത്. 2 ദിവസം മുമ്പ് നല്ല വെയിലായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ഇതേ നല്ല മഴ. എന്നാ മഴയായിരുന്നു, ഒരു പണി ഇനി പുറത്തൊന്നും നടക്കത്തില്ലെന്ന് ഉറപ്പായും. ഇനി എന്നാ ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2-3 പൂക്കളൊക്കെ പുതിയത് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആസ്വദിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല, എന്നാൽ പിന്നെ അകത്തത്തെ പണികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു. റൂമിൽ കയറി റൂമിൽ ബെഡ്ഷീറ്റൊക്കെ അങ്ങ് വൃത്തിയാക്കി വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മഴ കുറയില്ല, എന്നിട്ട് പിന്നെ പുറത്തേക്ക് പണിയിലേക്ക് പോകാം. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞൂട്ടിനകത്തോട് കയറി ഒരു കിടപ്പുണ്ട് കേട്ടോ. പാവം, അങ്ങനെ കിടക്കാറുള്ളതാണ് എല്ലാ ദിവസവും. ഇന്നൂസ് അപ്പുറത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഇന്നൂസ് എൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടേനെ. അപ്പോഴേക്കും എന്തേ നോക്കിയപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ പിന്നെ പുറത്തേക്ക് പണി നോക്കാം. ഇതെന്നാണെന്നറിയാമോ, കോഴിക്കുള്ള തീറ്റ കേട്ടോ. അങ്ങനെ കോഴിക്കുള്ള തീറ്റയെല്ലാം കിട്ടി. ഇന്ന് 2 മുട്ട കിട്ടി കേട്ടോ. ഈ ചെരുവത്തിൽ വെച്ചിരിക്കുന്ന ചോറേ എനിക്ക് തിന്നാനുള്ളതല്ല, ഞങ്ങളുടെ പട്ടിക്ക് തിന്നാനുള്ളത് കേട്ടോ. രാവിലെ തന്നെ ഈ പട്ടിക്കും കോഴിക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ ഏകദേശം ഒരു പകുതി പണി തീർന്ന പോലെ കേട്ടോ. മിണ്ടാപ്രാണികളല്ലേ, അതുങ്ങൾക്ക് അറിയത്തില്ലല്ലോ വിശക്കുമ്പോൾ പറയാനൊന്നും. അതുകൊണ്ട് ഇതുങ്ങൾക്കുള്ള ഫുഡ് രാവിലെ കൊടുക്കും കേട്ടോ. നമുക്ക് പിന്നെ വിശന്ന് കഴിഞ്ഞ് എടുത്ത് കഴിക്കാനും പറയാനും ഒക്കെ നമുക്കറിയാമല്ലോ. പിന്നെ രാവിലെ കുഞ്ഞൂട്ടിനെ ഉറക്കിക്കഴിഞ്ഞാൽ രാവിലത്തെ എൻ്റെ പണികൾ